കാസർഗോഡ് ഷവർമ കഴിച്ച വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. 14 വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്. വിശദാംശങ്ങളുമായി സിജു കണ്ണൻ ചേരുകയാണ്. സിജു, ഏതൊരു സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിലൊരു ഭക്ഷ്യവിഷബാധ ഉണ്ടായത്? 14 വിദ്യാർത്ഥികളാണ് ഈ ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത്. സിന്ധുരി, കാസർഗോഡ് പൂച്ചക്കാട് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് 14 കുട്ടികളാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നബിദിനാഘോഷത്തിന്റെ ഭാഗമായി പള്ളിക്കരയിൽ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭക്ഷണം വിളമ്പിയിരുന്നു. ഇവിടെ ഭക്ഷണം തികയാതെ വന്നതിനെ തുടർന്ന് പൂച്ചക്കാട്ട് ഒരു ഹോട്ടലിൽ നിന്ന് ശേഷിക്കുന്ന കുട്ടികൾക്ക് ഷവർമ വാങ്ങി നൽകി. ഇത് കഴിച്ച കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായത് എന്ന പരാതിയാണ് ഉയരുന്നത്. ഛർദിലും വയറുവേദനയും ഉൾപ്പെടെയുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് കുട്ടികളെ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിദ്യാർത്ഥികളുടെ ആരോഗ്യ നിലയിൽ പുരോഗതിയാണ്. വലിയ പ്രശ്നങ്ങൾ നിലവിലില്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന്. ശരി, വ്യക്തമാണ് സിജു. കാസർഗോഡാണ് ഷവർമ കഴിച്ച വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നത്. നബിദിന ആഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിൽ ഭക്ഷണം തികയാത്തതിനെ തുടർന്ന് പാഴ്സലായി വരുത്തിയ ഷവർമ കഴിച്ചാണ് 14 വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നത്. ആരുടെയും നില ഗുരുതരമല്ല, പുരോഗതി ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്.